കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും വരൂ. നമുക്ക് ആ ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ, ആ ദേവകൾ പൂജിതമായ വിഗ്രഹത്തിൽ നേതൃരൂപത്തിലാണ് ഭഗവാൻ നമ്മളെ കാത്തിരിക്കുന്നത് നോക്കണ്ടേ. അപ്പോൾ എല്ലാവരും വരൂ കേട്ടോ. ഇന്നിപ്പോൾ അത്യാവശ്യം നല്ല തിരക്ക് തന്നെയായിരുന്നു. അതിനപ്പുറം ഞാൻ ഇന്നലെ പറഞ്ഞതിൻ്റെ ബാക്കി പത്രമായിട്ട് എന്താ പറയുക, ഇന്നലെ ഒരു മത്സ്യാവതാരം മൂർത്തിയെ കാണാനായിട്ട് വന്ന പോലെ ഞാൻ പറഞ്ഞല്ലോ, ഒരു മത്സ്യക്കുഞ്ഞ്. അതിൻ്റെ ബാക്കി പത്രമായിട്ട് എനിക്ക് തോന്നുന്നു അതിനെ നമ്മൾ കുളത്തിൽ കൊണ്ടുപോയി ഇട്ടു വീണ്ടും. അപ്പോൾ കുളത്തിൽ കൊണ്ടുപോയി ഇട്ടപ്പോൾ ഇന്ന് അതിൻ്റെ ബാക്കിയായിട്ട് ഒരു 4-5 ആളുകൾ ഇങ്ങനെ വരുന്നു. ഓരോന്നൊക്കെ ആ സോപാനപ്പടി വരെ എത്തുകയാണ്. അതിൻ്റെ മുകളിലേക്ക് കയറി പോകാൻ, ശ്രീലകത്തേക്ക് പോകാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം ആ മത്സ്യാവതാര മൂർത്തിയെ നേരിട്ട് ദർശിക്കാനായിട്ടേ എനിക്ക് തോന്നുന്നു ഇന്നലെ വന്ന് ദർശിച്ച ആ മത്സ്യം പോയിട്ട് അവിടെ പോയിട്ട് കുളത്തിൽ പറഞ്ഞിട്ടുണ്ടാവും, ഞാൻ ഇന്നെ ഭഗവാന്റെ തിരുരൂപം കണ്ടു, അപ്പോൾ ഇന്ന സ്ഥലത്താണെന്നൊക്കെ പറഞ്ഞപ്പോൾ ബാക്കിയുള്ള രൂപങ്ങളെല്ലാം വരികയാവും. അതാണ് നമുക്ക് പറയാനുള്ളത്. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു. അവരിങ്ങനെ തത്തിക്കളിച്ചുകൊണ്ട് ആ ചാലിലൂടെ ഇങ്ങനെ വന്ന് അവിടെ ഇങ്ങനെ ചാടിക്കളിക്കുന്ന പോലെ, തുള്ളിച്ചാടുന്ന പോലെ, ഗുരുവായൂരപ്പനെ കണ്ട് തുള്ളിച്ചാടുന്ന പോലെയാണ് ഗുരുവായൂരപ്പൻ്റെ ആ കണ്ണനുണ്ണി ഓടിക്കളിച്ചിരുന്ന സ്ഥലങ്ങളിൽ ആ മത്സ്യങ്ങളും ഓടിക്കളിക്കുന്ന പോലെയാണ് നമുക്ക് കണ്ടു തോന്നിയത്. വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച. മത്സ്യാവതാര രൂപം അല്ല എങ്കിലും കൂടി ഇന്ന് കാണാനുള്ളത് വേറെ രൂപമാണെങ്കിൽ കൂടി ശരിക്കും മത്സ്യാവതാര രൂപമായിരുന്നു വേണ്ടിയിരുന്നത്. എന്നാൽ നല്ല രസമായിരുന്നു. എന്തായാലും നമുക്ക് തൊഴാനായിട്ട് പോവാം. ആദ്യം തന്നെ മഞ്ജുളാലിൻ്റെ അവിടെ വന്ന് ആ മഞ്ജുളാദേവിയെ ഒന്ന് പ്രാർത്ഥിക്കാം. അതുപോലെ ആ ഗരുഡ വെങ്കല ശില്പം ഒന്ന് നോക്കി തൊഴാം. ആലിനെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാം. അതിന് ശേഷം നമ്മൾ നേരെ ഇങ്ങനെ വരിക, വന്നിട്ട് അത്തിമര ഗണപതിയെ ഒന്ന് കാണാം. മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൻ്റെ പുറകുവശത്തായിട്ട് ഉള്ള അത്തിമര ഗണപതിയെ കണ്ട് വിഘ്നങ്ങളൊക്കെ അകറ്റാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച് മുട്ടൊക്കെ അറുത്ത് പോരാം. അങ്ങനെ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരിക. അങ്ങനെ അകത്തേക്ക് വരുമ്പോൾ വാതിൽപ്പടി അങ്ങനെ കയറുകയാണ്. വാതിൽപ്പടി കയറുമ്പോൾ ഇപ്പോഴൊക്കെ തിരക്കാണ്. ഇനി കുറച്ച് കഴിഞ്ഞാൽ വാതിൽപ്പടി മാറ്റുമെന്ന് വിചാരിക്കുന്നു. അതിനുള്ള ജോത്സ്യനൊക്കെ വന്ന് നോക്കിയിട്ടുണ്ട്. ഏകദേശം ഉണ്ടാവും, 2 അടി വീതിയൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറയണു, അറിയില്ല. എന്തായാലും ഇപ്പോൾ ആ തിരക്കിലൂടെ നിറങ്ങിയിട്ട് തന്നെ വേണം നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ. അങ്ങനെ നമ്മൾ അകത്തേക്ക് വരുമ്പോൾ ആ ഇടത് വശത്തുള്ള മേൽപ്പത്തൂരിൻ്റെ നാരായണീയം എഴുതിയ ആ പീഠം കാണാം. അതൊന്ന് ആ കിടാവിളക്കം കണ്ട് തൊഴാം. അതുപോലെ വലതുവശത്തുള്ള നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത തൂണൊന്ന് നോക്കി തൊഴാം. അങ്ങനെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ആ പൊൻവിളക്കിൻ്റെ നെയ്വിളക്കിൻ്റെ പ്രകാശത്തിൽ ഇങ്ങനെ കാൽപാദങ്ങൾ കാണാനുണ്ട്, കാൽവളകൾ അണിഞ്ഞ് കാണാനുണ്ട്. പിന്നെ നോക്കുമ്പോഴോ മഞ്ഞ പട്ട് ഇങ്ങനെ ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട്, മഞ്ഞയും പിന്നെ ഒരു പച്ച പട്ട് പോലെ കസവ് പോലെയുള്ളതൊക്കെ ഞൊറിഞ്ഞെടുത്ത് ഇങ്ങനെ വലിയ രൂപത്തിലാണ് കേട്ടോ. അങ്ങനെ അരമണിയൊക്കെ കാണാനുണ്ട്, അരമണിയൊക്കെ വലിയ അരമണി കാണാനുണ്ട്. അങ്ങനെ മുകളിലേക്ക് നോക്കുമ്പോൾ മാങ്ങാമാലയുണ്ട്, പിന്നെ ഒരു പതക്കം പോലത്തെ മാല, വളയം പോലത്തെ മാല, മാറിലൊരു സ്വർണ്ണ ഗോപി തിലകം അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ മുകളിലേക്ക് നോക്കുമ്പോൾ തിരുമുഖ കമലത്തിലും ഇങ്ങനെ ആ ഒരു ഗോപി തിലകം വെച്ചിട്ടുണ്ട്. അങ്ങനെ കൈവളകൾ കാണാനുണ്ട്. കൈവളകൾ മാത്രമല്ല, ഇന്ന് 4 തൃക്കൈകളോടും കൂടി മഹാപ്രഭുവായിട്ടാണ്, ചതുർബാഹുവായിട്ടാണ്, നാരായണനായിട്ടാണ് ശ്രീലകത്ത് ഭക്തരെ കാത്തു നിൽക്കുന്നത് കേട്ടോ. അത് കാണാനായിട്ടാണ് ആ മത്സ്യക്കുഞ്ഞുങ്ങൾ വന്നിരിക്കുന്നത്. അങ്ങനെ തന്നെ സങ്കല്പിക്കാം. കാരണം അല്ലെങ്കിൽ അവർക്ക് അങ്ങോട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല. വേറെ എത്ര സ്ഥലങ്ങളുണ്ട്. ആ കുളത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് കയറണമെങ്കിൽ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഉള്ള ആ ചതുർബാഹുവായ ആ മഹാപ്രഭുവിനെ കാണാനായിട്ട് തന്നെയാണ് അവരും വന്നിരിക്കുന്നത്. എന്തായാലും അവർക്കും ദർശന സാഫല്യമാണ്. ആ കണ്ണൻ ഓടിക്കളിച്ച് നടക്കുന്ന ആ സ്ഥലങ്ങളിലൂടെ അവരും അവരുടെ ആ ഒരു പാദങ്ങൾ ഊതിക്കൊണ്ട്
എന്താ പറയുക, ശരീരം ഉരച്ചുകൊണ്ട് അങ്ങനെ തത്തി തത്തി കളിച്ചുകൊണ്ട് മുന്നേറുന്ന ആ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതും ഒരാളെ പിടിച്ചു മാറ്റിയിട്ട് വരുമ്പോൾ പിന്നെ അടുത്ത ആൾ വീണ്ടും കയറി വരുന്നു. അങ്ങനെ 3, 4, 5 എണ്ണം ആയി, 5 ഓളം നല്ല വലിയ വലിയ മീൻ കുഞ്ഞുങ്ങളാണ്. കുഞ്ഞുങ്ങളെന്ന് പറയാനില്ല, അത്യാവശ്യം വലുപ്പമുള്ള ആൾക്കാർ തന്നെയാണ്. അങ്ങനെ നോക്കി നോക്കി നമുക്ക് കാണാനുള്ളത് ആ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ചതുർബാഹുവായ മഹാപ്രഭു ആയിട്ട് ഭക്തർക്ക് എല്ലാവർക്കും അനുഗ്രഹം ചൊരിഞ്ഞു നിൽക്കുന്ന നാരായണ സ്വരൂപത്തെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കണ്ടോളൂ. ആ ഭഗവാന്റെ സോപാനപ്പടിയിൽ നിന്നുകൊണ്ട് നമ്മളെല്ലാവരും ഇപ്പോൾ സോപാനപ്പടിയിൽ നിന്നുകൊണ്ട് ആ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കി മഹാപ്രഭുവിനെ കാണുകയാണ്. അപ്പോൾ എല്ലാവരും കണ്ട് പ്രാർത്ഥിച്ചോളൂ. അതിനുശേഷം നമുക്ക് നേരെ സോപാനപ്പടിയിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങാം. അങ്ങനെ വരുമ്പോൾ ആദ്യം തന്നെ അഗ്നികോണിലുള്ള ബലി തർപ്പണം ചെയ്യുന്ന അഗ്നികോണിലേക്ക് നോക്കിയിട്ട് ബലിക്കല്ല് നോക്കിയിട്ടൊന്ന് തൊഴാം. പിന്നെ തിടപ്പള്ളി ഭഗവാന് നേദ്യം തയ്യാറാക്കുന്ന തിടപ്പള്ളി, അതുപോലെ രാവിലെ ഗണപതി ഹോമം നടത്തുന്ന തിടപ്പള്ളി വളരെ പ്രാധാന്യമർഹിക്കുന്ന തിടപ്പള്ളിയാണ്. അപ്പോൾ അവിടേക്ക് നോക്കിയിട്ടൊന്ന് തൊഴാം. പറ്റാവുന്നവർ എത്തിടുക. സാധ്യത കുറവാണ്, കാരണം തിരക്കാവുമ്പോൾ ബുദ്ധിമുട്ടാണ്. എങ്കിലും അങ്ങനെ മനസ്സുകൊണ്ടെങ്കിലും സങ്കല്പിക്കുക. പിന്നെ ചുമരിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ആലിലയിൽ കിടക്കുന്ന ഉണ്ണീനെ കാണാം. അങ്ങനെ ഉണ്ണിയെ കണ്ട് കണ്ണനെ കണ്ട് തൊഴാം. പിന്നീട് സപ്തമാതാക്കളെ കണ്ട് തൊഴാം. പിന്നീട് വിഘ്നേശ്വരൻ്റെ അടുത്ത് വന്ന് തൊഴാം. അവിടെ നിറയെ ഇന്ന് കളവും കൊണ്ടൊക്കെ ആറാടിച്ചിട്ടുണ്ട്. നല്ല അലങ്കാരമായിട്ടാണ്. ധാരാളം പൂക്കൾ അർച്ചന പ്രസാദങ്ങളുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ട് പ്രാർത്ഥിച്ചോളൂ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അങ്ങനെ അത് കഴിഞ്ഞ് സരസ്വതി അറയിലേക്ക് നോക്കുക. സരസ്വതി ദേവിയുടെ അവിടെ നല്ല 2 മാലകളുണ്ട്, വെളുത്ത പൂവും തുളസിയൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ കണ്ട് തൊഴുതോളൂ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അത് കഴിഞ്ഞാൽ കോർണറിലെത്തുമ്പോൾ ചെറിയ ഗണപതിയെ കാണാം. ഒന്ന് തൊട്ട് തലോടാം. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴാം. അതിനുശേഷം മേൽശാന്തിയിൽ അവിടുന്ന് അർച്ചനപ്രസാദം വാങ്ങാം. ഇന്നത്തെ ഉച്ചപൂജ ഉണ്ടായിരിക്കുന്നത് മേൽശാന്തി തന്നെയാണ്. മേൽശാന്തി കവപ്രമാരാത്ത് അച്യുതൻ നമ്പൂതിരിപ്പാടാണ്. അതുപോലെ ഇന്നത്തെ ആ മഹാവിഷ്ണുവിൻ്റെ, അതായത് ചതുർബാഹുവായ ആ വിഗ്രഹത്തിൻ്റെ ആ കളഭാലങ്കാരം നിർവഹിച്ചിരിക്കുന്നത് ഇന്നത്തെ മുന്നൂലം ഭവേഷോദിക്കനാണ്. വളരെ നന്നായിട്ടുള്ള അലങ്കാരമാണ്. അദ്ദേഹമാണ് ഭവേഷോദിക്കനാണ് അവിടെ ഇരിക്കണു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. വളരെ മനോഹരമായിട്ടുള്ള അലങ്കാരമായിരുന്നു. ചതുർബാഹുവായ വിഗ്രഹം നിറച്ചും ആയിട്ടുള്ള അലങ്കാരമാണ്. മാലകളൊക്കെ ആയിട്ട് ഇങ്ങനെ തിരുമുടി മാലയും ഉണ്ടമാലയൊക്കെ അങ്ങനെ ആയി വന്നപ്പോൾ നിറച്ചും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നല്ല കാഴ്ചയായിരുന്നു. അവിടെ തൊഴുതു. അതിനുശേഷം ആ വാമന രൂപം, അതേപോലെ ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപം, പിന്നെ ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെ കണ്ടു തൊഴാം. പിന്നെ അനന്തശായിയായ അനന്തപത്മനാഭൻ്റെ അടുത്ത് വരുമ്പോഴോ നിറയെ പൂക്കൾ അലങ്കാരമായിട്ട്, മുകളിലിങ്ങനെ വിധാനമായിട്ട് ഒരുപാട് പൂക്കൾ, തുളസിമാലയുണ്ട്, വെളുത്ത പൂവുണ്ട്, താമരമാലയുണ്ട്, നിറച്ചുമുണ്ട്. അവിടെ തൊഴാം. അതിനുശേഷം ശ്രീകോവിലിൻ്റെ പുറകുവശത്തായിട്ട് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. മഴയൊക്കെ ഉണ്ടെങ്കിൽ കൂടി നമുക്ക് നമസ്കരിക്കുക. അപ്പോൾ എന്തിനാ, യാതൊരു മഴയൊന്നും നമ്മളെ സംബന്ധിച്ച് പ്രശ്നമല്ല. നമ്മൾ നമസ്കരിക്കുക, സാഷ്ടാംഗം നമസ്കരിക്കുക. അനേക ഭക്തരവിടെ നമസ്കരിക്കുന്നു. അപ്പോൾ നമുക്കും എന്താ കുഴപ്പം, നമ്മൾ നമസ്കരിക്കുക തന്നെ. അങ്ങനെ വന്ന് വീണ്ടും ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കാണാം. അതൊക്കെ കണ്ട് ഇങ്ങനെ തൊഴുത് വരുമ്പോൾ കൃഷ്ണനെ കണ്ട് തൊഴാം. അവിടെ ഒരു തുളസിമാല മാത്രം ചാർത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ മുരുകനെ കണ്ട് തൊഴാം. പിന്നെ ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വന്ന് തൊഴാം. ഹനുമാൻ സ്വാമിയുടെ അടുത്തുനിന്ന് ഒരു കൂവളമല്ല, എന്താ പറയുക, വെറ്റിലമാലയാണ് കാണാനുള്ളത്. അപ്പോൾ അത് കണ്ട് തൊഴാം. കുങ്കുമം കുറച്ചുണ്ട്. അത് കഴിഞ്ഞ് പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷം നേരെ അവിടുന്ന് ആ രാധാകൃഷ്ണ വിഗ്രഹമൊക്കെ കണ്ട് തൊഴാം. അങ്ങനെ കണ്ട് തൊഴുത് അവിടെ നല്ല മാലയൊക്കെ കാണാനുണ്ട്. പിന്നെ നേരെ ഓവിൻ്റെ അവിടെ ഒന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം നേരെ അവിടുന്ന് ആ രാധാകൃഷ്ണ വിഗ്രഹമൊക്കെ കണ്ട് തൊഴാം. അങ്ങനെ കണ്ട് തൊഴുത് അവിടെ നല്ല മാലയൊക്കെ കാണാനുണ്ട്. പിന്നെ നേരെ ഓവിൻ്റെ അവിടെ ഒന്ന് പ്രാർത്ഥിക്കാം. ഓവിൻ്റെ അവിടെ ഒന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം നേരെ അവിടുന്ന് ആ രാധാകൃഷ്ണ വിഗ്രഹമൊക്കെ കണ്ട് തൊഴാം. അങ്ങനെ കണ്ട് തൊഴുത് അവിടെ നല്ല മാലയൊക്കെ കാണാനുണ്ട്. പിന്നെ നേരെ ഓവിൻ്റെ അവിടെ ഒന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം
താമരക്കണ്ണനെ കണ്ട് തൊഴാം. താമരക്കണ്ണനെ കണ്ട് തൊഴുത് വീണ്ടും ആ ഗ്രില്ലിന് അപ്പുറത്തേക്ക് കിടന്നാൽ മണിക്കിണർ നോക്കി തൊഴാം. അതേപോലെ ആ നൃത്ത അറയിലേക്ക് നോക്കിയിട്ട് ആ കിടാവിളക്ക് കാണാം. അപ്പോൾ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ അവിടെ നൃത്തം ചെയ്യുന്നതായിട്ട് സങ്കല്പിച്ച് പ്രാർത്ഥിക്കുക. വീണ്ടും വരുമ്പോൾ നമ്മൾ ഉറൂരമ്മേനെയും നാരദരെയും അതേപോലെ വസുദേവരെയും ആനന്ദൻ കുട പിടിച്ചിങ്ങനെ ആ രാത്രിയിൽ പോരുന്ന ആ വിഗ്രഹം ആ ഉണ്ണിക്കണ്ണനെയൊക്കെ ആയിട്ട് ഇങ്ങനെ കാണാം. അതൊക്കെ കണ്ട് വടക്കേ നടയിലൂടെ പുറത്ത് വരാം. പുറത്ത് വന്നാൽ നേരെ ആ പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ വരിക. അവിടെ വന്നാൽ അവിടെയൊക്കെ തിരക്കാട്ടൊന്ന് ചന്ദനം തീർത്തൊക്കെ വാങ്ങാനൊക്കെ നല്ല തിരക്കാണ്. ഇന്നിപ്പോൾ വൈശാഖം അവസാന ദിവസമാണ്, അത് അത്രയും തിരക്ക്. വെക്കേഷൻ 3-4 ദിവസം കൂടി ഉണ്ടെങ്കിൽ കൂടി വൈശാഖത്തിൻ്റെ ആ ഒരു പ്രാധാന്യം അത് കണക്കൂട്ടിയിട്ട് ഇത്രയും മഴയാണെങ്കിൽ കൂടിയും ആ മാധവനെ കാണാൻ, ആ മഹാപ്രഭുവിനെ കാണാൻ, കണ്ണനെ കാണാൻ ഇത്രയും ജനങ്ങൾ ഒന്നിച്ചു വരിക എന്ന് പറഞ്ഞാൽ മഴയൊന്നൊരു പ്രശ്നമല്ല. ആ വൈശാഖ മാസത്തിലെ അവസാന ദിവസം ഒന്ന് ആ ദിവസമെങ്കിലും ഒന്ന് കാണട്ടെ എന്നുള്ള ആ ഒരു ഉൾക്കൊള്ളുകളോട് കൂടിയിട്ടാണ് വരുന്നത്. അങ്ങനെ നമ്മൾ പ്രസാദ കൗണ്ടറിൽ നിന്ന് ചന്ദനം തീർത്തൊക്കെ വാങ്ങി ഇനി എടത്തരികത്തുകാവിൽ ഭഗവതീനെ കാണാനായിട്ട് പോവാം. ഭഗവതിയുടെ അവിടെ വരുമ്പോഴും നല്ല രസമായിട്ട് നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. തിരക്കുമുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ചുവന്ന പട്ടിങ്ങനെ വിധാനമായിട്ടിങ്ങനെ നല്ല ഉടുത്ത് അണിഞ്ഞൊരുങ്ങി കണ്ണെഴുതി പൊട്ട് തൊട്ട് കിരീടമൊക്കെ വെച്ചിട്ടാണ്. കിരീടമൊക്കെ വെച്ച് നല്ല അണിഞ്ഞൊരുങ്ങി സുന്ദരിയായിട്ടാണ് അമ്മ കാത്തിരിക്കുന്നത് ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട്. അപ്പം അങ്ങനെ കണ്ട് തൊഴാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് കോർണറിലെത്തിയാൽ ഒന്ന് തിരിഞ്ഞു നിന്നിട്ട് മമ്മിയൂരപ്പനെ സ്മരിക്കുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. മമ്മിയൂരപ്പനെ മനസ്സിൽ സ്മരിക്കുക. അപ്പോൾ നമ്മൾ മമ്മിയൂർ പോയിട്ട് ദർശനം കിട്ടിയ ആ ഒരു പ്രതീതിയാവും. അതിനുശേഷം നമ്മൾ കൊടിമരത്തിൻ്റെ അവിടേക്ക് നോക്കാം. അങ്ങനെ വരുമ്പോൾ ആൾരൂപ വഴിപാട് കാണാം. അതേപോലെ കുന്നിക്കുരു പഞ്ചാടിക്കുരു അതാക്കുന്നുണ്ട്. അതൊക്കെ കണ്ട് കൊടിമരത്തിൻ്റെ അവിടെ വന്ന് വീണ്ടും ഒരിക്കൽ കൂടി ഭഗവാന്റെ ശ്രീലകത്തേക്ക് നമ്മളിങ്ങനെ നോക്കിയിട്ട് ആ മഹാപ്രഭുവിനെ ഒന്നുകൂടി കാണാം. എത്ര കണ്ടാലും മതി വരാത്ത ആ രൂപമാണ്. അപ്പോൾ എങ്ങനെ നമ്മൾ നോക്കാതിരിക്കുക? അങ്ങനെ നോക്കിയിട്ട് തൊഴാം. ഒന്ന് നമസ്കരിക്കാൻ പറ്റുകയാണെങ്കിൽ നമസ്കരിക്കാം. അതിന് ശേഷം നമ്മൾ കൂത്തമ്പലത്തിലേക്ക് നോക്കുക. അവിടെ വന്നാൽ അവിടെയുണ്ട് കിടാവിളക്ക് ഇങ്ങനെ കത്തുന്നു. വളരെ പ്രാധാന്യമുള്ള സ്ഥലങ്ങളിലൊക്കെ കിടാവിളക്ക് കത്തിച്ച് വയ്ക്കുക. അങ്ങനത്തെ പ്രാധാന്യമുള്ള സ്ഥലങ്ങളാണതൊക്കെ. അപ്പോൾ അവിടെയും നോക്കിയിട്ട് പ്രാർത്ഥിക്കാം. പിന്നീട് അയ്യപ്പസ്വാമിയുടെ അടുത്ത് വരിക. അയ്യപ്പസ്വാമിയുടെ അടുത്ത് വന്ന് രൂപമൊക്കെ കണ്ട് ഇന്ന് കിരീടം വെച്ചിട്ടുണ്ട്. അലങ്കാരമൊന്നും കാര്യമായിട്ടില്ല. എന്നാൽ ഒരു വെളുത്ത മുണ്ടൊക്കെയാണ് ഉടുപ്പിച്ചിട്ടുള്ളത്. അതേമാതിരി ഒരു ചെറിയ കറുത്ത കസവിൻ്റെ പോലത്തെ ഒരു കഷ്ണമുണ്ട്, അങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ പൂക്കളുണ്ട്, അർച്ചനപ്പൂക്കൾ ധാരാളമുണ്ട്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ അവിടെ പ്രദക്ഷിണമായിട്ട് വന്ന് പടിഞ്ഞാറേ നടയിൽ വന്ന ദീപസ്തംഭത്തിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ വേണുഗോപാല സ്വരൂപം കാണാം. ഒന്ന് പ്രണമിക്കാം. അത് കഴിഞ്ഞ് ഒന്ന് പുറകോട്ടിൽ ഇറങ്ങി നോക്കിയാൽ കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴാം. അതിന് ശേഷം നമ്മളിങ്ങനെ വരുമ്പോൾ പടിഞ്ഞാറേ നടയിൽ കൂടെ പുറത്തേക്ക് ഇറങ്ങി വടക്ക് ഭാഗത്തേക്ക് ഇങ്ങനെ നോക്കി നടക്കുക. അപ്പോൾ നമ്മുടെ രുദ്രതീർത്ഥക്കുളം കാണാം. ആ കുളത്തിനെ ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. അങ്ങനെ പ്രദക്ഷിണം ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ആ നാരായണാലയത്തിൽ കയറിയിട്ട് പൂന്താനം പൂജിച്ചിരുന്ന ആ വിഗ്രഹം കാണാം. ബാക്കിയുള്ള വിഗ്രഹങ്ങളൊക്കെ ആഞ്ഞം തിരുമേനിയൊക്കെ പൂജിച്ചിരുന്ന വിഗ്രഹങ്ങളൊക്കെ കണ്ട് ഒന്ന് പ്രാർത്ഥിച്ച് ഗുരുവായൂരപ്പനെ നോക്കി അവിടുന്നും കൊടിമരമൊക്കെ നോക്കാട്ടോ, കാണാം, സുഖമായിട്ട് കാണാം. പിന്നെ അങ്ങനെ ആ കുളത്തിന് പ്രദക്ഷിണം വയ്ക്കുക. പ്രദക്ഷിണം വെച്ച് അങ്ങനെ ഭഗവതിയുടെ അവിടെ വന്നിട്ടൊന്ന് തൊഴാം. അങ്ങനെ പുറത്തു കൂടെ വന്ന് ആ ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്നാൽ വീണ്ടും ആ കണ്ണൻ്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ഒരിക്കൽ കൂടി നമുക്ക് കാണാം ആ മഹാപ്രഭുവിനെ. അതിന് ശേഷം വീണ്ടും തെക്കേ നടയിലൂടെ വന്നാൽ തെക്കേ നടയിലേക്ക് എത്തുമ്പോൾ ആ കൂവള മരം കാണാം. ദൂരേന്ന് നോക്കിയാൽ കാണാം, നല്ല തളിരിട്ട ആ കൂവളത്തിലകൾ കാണാം.
അവിടെ വന്ന് മഹാദേവനെ ഒന്ന് മനസ്സിൽ ധ്യാനിക്കുക, പാർവതി ദേവിനെയും മനസ്സിൽ ധ്യാനിച്ച് ഒന്ന് ആ കൂവള മരത്തിനെ പ്രദക്ഷിണം ചെയ്യുക. അപ്പോൾ അതിനൊരു പരിസമാപ്തിയായി, ഇന്നത്തെ ദർശനമായി. എന്നും നമ്മൾ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.